പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലം കൊല്ലം പണ്ടാരത്തുരുത്തിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു തോട്, അതിനരികെ നിരവധി വീടുകൾ. ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും വീട്ടിനുള്ളിലിരുന്ന് മൂക്ക് പൊത്തേണ്ട ദുരവസ്ഥയാണ്. ആലപ്പാട് പഞ്ചായത്തിലെ 14-ാം വാർഡിൽ പണ്ടാരത്തുരുത്തിലാണ് ഈ തോടുള്ളത്. ഏറെക്കാലമായി ഇതാണ് അവസ്ഥ. TS കനാലിന്റെ ഭാഗമായി സമീപത്തെ കായലുമായി ബന്ധിപ്പിക്കുന്ന തോടിനരികെ നൂറുകണക്കിന് വീടുകളുണ്ട്. സുനാമിക്ക് ശേഷമാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. നിർമ്മാണത്തിലെ അപാകത മൂലം വെള്ളം ഒഴുകി പോകുന്നില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങി അറവ് മാലിന്യങ്ങൾ വരെ ഇതിനുള്ളിലുണ്ട്. റോഡിലൂടെ പോകുന്നവർക്ക് മൂക്കുപൊത്തേണ്ടി വരും. ഇത് നമുക്ക് അമ്പലത്തിൽ പോകുന്നവർക്ക് വരെ ഒരു ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഒരു നല്ല രീതിയിൽ ആക്കിയാൽ അത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഒരു പ്രയോജനപ്പെടും. മാലിന്യം നിറഞ്ഞ തോടിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകി. സമീപത്തെ വീടുകളിൽ കുട്ടികളും മുതിർന്നവരുമായി ഒരുപാട് പേരുണ്ട്. മഴക്കാലമായാൽ പകർച്ചവ്യാധിയും. വീട്ടിലിരുന്ന് ഒന്ന് സമാധാനമായി ഭക്ഷണം കഴിക്കാൻ പോലും ആകുന്നില്ലെന്ന് സമീപവാസികൾ പറയുന്നു. ഇപ്പോഴാണ് ഒരു ശകലം വെള്ളം ഇതിനകത്ത് കാണുന്നത്. വേനലാകുമ്പോൾ നാറ്റം കൊണ്ട് ഒരു പൊടിയും വയ്യ. എന്ത് നാറ്റമാണെന്നറിയാം വയ്യ. ഇവിടെ വസിക്കുന്നു കുറേ നാളുകൊണ്ട് ഓരോരുത്തർക്കും പറയുക. നാറ്റം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. കതവ് അടച്ച് അകത്തായിരിക്കണം എല്ലാവരും. മുറ്റത്തോട്ട് ഇറങ്ങി ഇരിക്കാൻ പറ്റത്തില്ല. 10 വർഷം കൊണ്ട് 2 മെമ്പർമാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വലിയൊരു ഫണ്ട് വേണം. അപ്പം അത് കാരണം അത് പഞ്ചായത്തിന് പറ്റത്തില്ല, ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ജില്ലാ പഞ്ചായത്തും അത് ചെയ്തില്ലായിരുന്നു. പഞ്ചായത്തിൽ മാറി മാറി വരുന്ന ഭരണസമിതിക്ക് നാട്ടുകാർ പരാതി നൽകി മടുത്തു. ഫണ്ടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ജനപ്രതിനിധികൾ. ഇത് കാലാകാലങ്ങളിൽ വരുന്ന ഭരണസമിതികൾ അവരുടെ ഈ നാട്ടുകാരെ എന്ന് പറയാം, അവർ പറയുകയാണ് ഫണ്ടില്ല, പഞ്ചായത്തിന് ഫണ്ടില്ല. ഈ ഫണ്ട് നമ്മൾ ആരാ കൊടുക്കേണ്ടത്? കണ്ടെത്തുന്നത് ആ ഭരിക്കുന്നവരല്ലേ, മാറി മാറി ഭരിക്കുന്നവരല്ലേ കണ്ടെത്തുന്നത്. ഈ ജനങ്ങൾ കൊടുക്കുന്ന ഫണ്ട് എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ജനം, കൊല്ലം.